ഒടുവിൽ രാഹുൽ ഗാന്ധിയെ വെടിവെക്കുമെന്ന ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവന്റെ പരാമർശത്തിൽ കേസെടുത്ത പോലീസ്. കോൺഗ്രസ് നേതാവ് സി ശ്രീകുമാറിന്റെ പരാതിയിൽ തൃശൂർ പേരാമംഗലം പോലീസാണ് കേസെടുത്തത്. ചാനൽ ചർച്ചയ്ക്കിടെയാണ് പ്രിന്റുവിന്റെ വിവാദ പരാമർശമുണ്ടായത്. കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, കൊലവിളി പ്രസംഗം എന്നിവ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെയാണ് പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് കൊലവിളി നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ ബി.ജെ.പിക്കെതിരെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കത്തയച്ചിരുന്നു. പ്രിന്റു മഹാദേവിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് പ്രിന്റുവിന്റേതെന്നും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ലഡാക്കിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു പ്രിന്റു മഹാദേവിന്റെ വധഭീഷണി. ന്യൂസ് 18 കേരള ചാനലിലാണ് ചർച്ച നടന്നത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിവെക്കുമെന്നായിരുന്നു പ്രിന്റുവിന്റെ പരാമർശം വിവാദമായതിന് പിന്നാലെ കേസെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. പോലീസ് ഉടൻ തന്നെ പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കണമെന്നായിരുന്നു ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ബി.ജെ.പി. വക്താവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി ഉയർത്തിയത് ഗൗരവകരമായ കാര്യമാണ്. വിഷയം ആളിക്കത്തിയിട്ടും കേസെടുക്കാൻ താമസിച്ച പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ രമേശ് ചെന്നിത്തല വിമർശനമുയർത്തി. പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ പോലീസും ബി.ജെ.പിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും ഇതിനാലാണ് കേസെടുക്കാൻ മടിക്കുന്നതെന്നുമായിരുന്നു ചെന്നിത്തല പറഞ്ഞത്. വി.ഡി. സതീശനും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നത്. പോലീസ് ഇതുവരെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തില്ല. ഇത്തരം വാക്കുകൾ രാഹുലിനെ നിശബ്ദനാക്കില്ല. അവർ രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. രാഹുൽ കീഴടങ്ങാൻ പോകുന്നില്ല. വർഗീയതയ്ക്കെതിരായ പോരാട്ടം രാഹുൽ ഇനിയും തുടരും. പിണറായി വിജയൻ സർക്കാർ ബി.ജെ.പിക്ക് കീഴടങ്ങിയതിനാലാണ് ഇക്കാര്യത്തിൽ കേസെടുക്കാത്തതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ വിമർശനത്തിന്റെ സ്വരം കടുപ്പിച്ചതിന് ശേഷമാണ് ബി.ജെ.പി. നേതാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. ബി.ജെ.പി. നേതാവിന്റെ കൈവിട്ട പരാമർശം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുന്നുവെന്ന തോന്നലാണ് ബി.ജെ.പി. ആർ.എസ്.എസ്. നേതാക്കളെ കൊണ്ട് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറയിപ്പിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുകയാണ്. പ്രിന്റു മഹാദേവനെതിരെ നടപടി ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് കോൺഗ്രസ് കത്തയക്കുകയും ചെയ്തു. പ്രിന്റു മഹാദേവ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകൾ കോൺഗ്രസ് ബഹിഷ്കരിക്കും. പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തിയിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വരും ദിവസങ്ങളിലും പ്രിന്റുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടുത്തെ ജനങ്ങൾ സർക്കാരിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ സർക്കാരിനൊപ്പമുണ്ട്. അതുകൊണ്ട് പല മോഹങ്ങളുമായി ഇറങ്ങിത്തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. ജൻസി കലാപം കൊണ്ട് ഇന്ത്യയിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നായിരുന്നു പ്രിന്റു ചർച്ചയ്ക്കിടെ പറഞ്ഞത്.